ഇവിടെ പ്രേക്ഷകരെ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പദവികളൊക്കെ ഒഴിഞ്ഞെങ്കിലും ആ വിവാദം തീരുന്നില്ല. MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവജന സംഘടനകളുടെ വ്യാപക പ്രതിഷേധമാണ് തുടരുന്നത്. ലൈംഗിക വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജി ആവശ്യപ്പെട്ട് ഇപ്പോൾ CPIM രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുലിന്റെ രാജി ആവശ്യം കേരളത്തിന്റെ പൊതുവികാരമെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. വാക്കുകളിലേക്ക്. ഇത്ര ഗുരുതരമായ തെളിവുകളോടുകൂടി വന്ന ആരോപണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. തെളിവുകളോട് വന്ന ഈ കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇത് പൂർണ്ണമായ തെളിവാണ്. തെളിവ് ജനങ്ങളുടെ മുമ്പിലാണ്. അതിനെ മൂടി വെച്ചുകൊണ്ട് എന്തെല്ലാം വിശദീകരിച്ചാലും ആ വിശദീകരണത്തിന് ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. CPIM രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന കോൺഗ്രസ് പ്രതിരോധത്തിനിടയിലാണ് ഇപ്പോൾ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം കൂടി വന്നത്. അതേസമയം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞെട്ടിക്കുന്ന ലൈംഗിക ആരോപണങ്ങൾ ഉയർത്തി ഇന്നും കൂടുതൽ യുവതികൾ രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. ലൈംഗിക ഉദ്ദേശത്തോടെ പലതവണ സമീപിച്ചുവെന്നാണ് കേരളത്തിന് പുറത്തുള്ള യുവതിയുടെ വെളിപ്പെടുത്തൽ. പ്രണയമല്ല, ലൈംഗികത മതിയെന്നും രാഹുലിന്റെ ചാറ്റിൽ പറയുന്നു. ആ ചാറ്റ് പുറത്തു വന്നു. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പിൻഗാമിയായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഈ പ്രഖ്യാപിക്കുന്നത് വൈകുന്നത് കൂടുതൽ സ്ഥിതി വഷളാക്കുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ അടക്കമുള്ള വിലയിരുത്തൽ. KM അഭിജിത്തിനെയും JS അഖിലിനെയും ഒക്കെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് പരമ്പരാഗത A ഗ്രൂപ്പ്. സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വാക്പോരും ശക്തമാണ്. ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കിയിട്ടുണ്ട്. അവിടെ ചർച്ചകൾ കൊഴുക്കുകയാണ്. ചോദ്യം ഇതാണ്: കഴിഞ്ഞോ ധാർമ്മികത? തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രൻ, VS അനു, കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി എന്നിവരാണ് നമുക്കൊപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ആദ്യം VS അനുവിലേക്ക് പോവുകയാണ്. അനു, പാർട്ടി അധ്യക്ഷ സ്ഥാനം, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. അതോടെ കഴിഞ്ഞോ ധാർമ്മികത എന്നുള്ളതാണ്. കാരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയെ ഈ വിഷയം വലിയ പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എങ്ങനെയാണ് ഈ വിഷയത്തെ താൽക്കാലികമായെങ്കിലും മറികടക്കാനുള്ള പാർട്ടി നീക്കങ്ങൾ? AICC നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? പുതിയ അധ്യക്ഷനായുള്ള ചർച്ചകൾ, വടംവലികൾ, അത് എങ്ങനെയാണ്? കാരണം ആ ചർച്ചകൾ ഏതു തരത്തിലാണ്? ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലടക്കം പുതിയ അധ്യക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് വരെ എത്തി നിൽക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ കൂടി പ്രചരിക്കുകയാണ്. സേതു, യഥാർത്ഥം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ കോൺഗ്രസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. അതൊരു ചുരുളി പോലെ കോൺഗ്രസിനെ ചുറ്റിക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ലൈംഗികാരോപണ പരാതികൾ ആദ്യം ഒരു യുവ നടിയും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകയുമായിരുന്ന പെൺകുട്ടിയായിരുന്നെങ്കിൽ പിന്നീട് കൂടുതൽ പരാതികൾ രംഗത്ത് വരുന്നു. ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിച്ചതായിട്ടുള്ള ഓഡിയോ സംഭാഷണം പുറത്തു വരുന്നു. ഇനിയും പല കഥകളും പുറത്തേക്ക് വരും എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ അടക്കം പറച്ചിലുകൾ ഉള്ള സാഹചര്യത്തിൽ ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് കോൺഗ്രസിന് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അവിടെ രാഹുൽ MLA സ്ഥാനം കൂടി രാജിവെക്കണോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ ആ ചോദ്യത്തെ ഇപ്പോൾ നിരാകരിക്കുകയാണ് കോൺഗ്രസും UDFും. കാരണം ഏതെങ്കിലും തരത്തിൽ രാഹുൽ രാജിവെച്ച് കഴിഞ്ഞാൽ പാലക്കാടേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അവിടെ എന്തു പറഞ്ഞുകൊണ്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കും എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ നേരത്തെ ഷാഫി ആയിരുന്നു, ഷാഫി MP ആയി പോകുന്നു, അപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അതിനുശേഷം രാഹുൽ രാജിവെച്ചാൽ എന്തുകൊണ്ട് വീണ്ടും ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്നുള്ള ചോദ്യം അവിടെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അത് കോൺഗ്രസിന് മുന്നണിക്കും ഒട്ടും ആശ്വാസകരമായിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അവർക്കുള്ളത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ രാഹുലിനെതിരെ ഇനി കൂടുതൽ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടും രാഹുൽ ഒറ്റയ്ക്ക് താണ്ടണം എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു നിലപാട്. അവിടെ രാഹുലിനൊപ്പം നിന്ന ആരെങ്കിലുമാണോ ഇങ്ങനെ ഒരു പ്രശ്നം പുറത്തേക്ക് കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യം കൂടെ ഉയരുന്നുണ്ട്. VD സതീശനും ഷാഫിയും ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ കൈയൊഴിഞ്ഞോ എന്നുള്ള ചോദ്യം കൂടെ അവിടെ ഉയർന്നു വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സേതു ചോദിച്ചത്, രാഹുലിന് പകരം ഇനി യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി ആര് വരും എന്നുള്ളതാണ്. അവിടെ സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ ചട്ടക്കൂടും നിയമാവലിയും അനുസരിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മാറുകയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പിന്നാലെ ആർക്കാണ് ഏറ്റവും പാലക്കാട്